फिर से चले गया स्टूडियो. ആ പ്രഭേ പൈസ പറഞ്ഞായിരുന്നു. കൺഗ്രാറ്റ്സ്. ബോംബെ എത്തിയാ നമ്മളിവിടെ രക്ഷപ്പെടുത്തണേ. हो गया सिलेक्शन. हो गया होगा. അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. എന്നാ ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്താൽ മതി. अभी से शायद उसको कोई बड़ा प्रोजेक्ट मिला है. ആ രൂപേ ഇന്ദു എടാ നീ എവിടെ? അന്ന് ഞാൻ പറഞ്ഞില്ലേ ഹിന്ദിയിലെ വലിയ മ്യൂസിക് ഡയറക്ടർ വിരാജ് ശ്രീ अच्छा अच्छा. അങ്ങേർക്ക് ഞാൻ പ്ലേ ചെയ്ത് അയച്ചു കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റുഡിയോയിൽ ഒരു വീഡിയോ കോൾ സെഷൻ വിളിപ്പിച്ചിരിക്കുക. കൺഗ്രാറ്റ്സ്. അത് കളക്കി. എടാ നാളെ വൈകിട്ട് എന്താ പരിപാടി? പുലർച്ചെ കാടാമ്പുഴയിലൊരു ഗണപതി ഹോമമുണ്ട്. വൈകിട്ട് പിന്നെ ഒരു പടത്തിന് പോകാൻ കരുതി. അയ്യേ, അത് വെറും വേസ്റ്റ് പടമല്ലേ? पहले പറഞ്ഞില്ലേ? എടാ അതെ, നാളെ ഒരു പൂജയും കൂടെ പിടിക്കാൻ പറ്റുമോ? दो पूजा होंगी ना. വൻ ഓഫറാ. കൃഷ്ണനുണ്ടി ജോസിൽ ഇന്ന് വരെ തന്നതിൽ ഏറ്റവും വലുത്. എന്താ സംഭവം? പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ +2 പഠിക്കുന്ന ചെക്കൻ്റെ ദേഹത്തൊരു പ്രേതബാധ. അവൻ എന്തൊക്കെയോ കാണുന്നെന്നോ കേൾക്കുന്നെന്നോ. രൂപ എനിക്ക് ബാധ ഒഴിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. എടാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് ये तो ऐसे बोल रहा है, इसको तो कुछ नहीं आता. ബാക്കിയൊക്കെ സുദർശന ഹോമത്തിന്റെ സെയിം സെറ്റപ്പ്. വേണമെങ്കിൽ കുറച്ച് തീയും പൂക്കളും കൂട്ടിക്കൊരു इस चीज का नहीं आता ना उसे भूत भूत का. ഏത് നേരത്താണ് കുട്ടിയെ രൂപയെന്ന് വിളിക്കാൻ തോന്നിയത്? അത് എന്നോടാണോ ചോദിക്കണ്ടേ? എടാ പ്ലീസ്. ശരി. പിന്നെ 60-40 മാർക്കല്ലേ? ആ ഓക്കെ. സോറി, ഇന്നില്ല. വിരാജ് സാറിന്റെ മാനേജർ വിളിച്ചായിരുന്നു. പുള്ളി രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് പകല് ഉറക്കം. कब करेंगे फिर? ഇനി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. അതെ, ആഡ് ചെയ്യാവോ എന്റെ ഇൻസ്റ്റാ ഐ ഡി? ചോക്കി ചോസ്കി. ചോക്കെ. चौकी चौक. ഫിസിയോതെറാപ്പി കേട്ടിന് കാറിൽ പോയാൽ മതി. എനിക്ക് കാറിന്റെ കുഴിയിൽ കയറി ഇരിക്കാനും എഴുതാക്കാനും ഒക്കെ വലിയ പാടാ. ഓട്ടോ ആവുമ്പോൾ നല്ല സുഖമാണ്. നിനക്ക് ഇതിന്റെ പൂജയുള്ളതല്ലേ? സൂക്ഷിക്കണം. അല്ല, ഞാൻ തന്നെ ഓടിച്ചു പോടുന്നാണോ? ड्राइवर क्या है? कहाँ जा रखा था? ഓ, എന്തൊക്കെയാ ഓടിച്ചോണ്ട് വരണ്ടേ? ചെടിയൊക്കെ ചീത്തയാവൂ. ചെടിക്ക് നമ്മുടെ മുടി വെട്ടുന്ന പോലെ ഉള്ളൂ. നല്ല സുഖമായിരിക്കും. എനിക്ക് ഇത്തിരി ചെടിപ്രാന്ത് കൊടുത്തു നീ പോലെ. തനിക്ക് പൂജക്കൊക്കെ പോണത് കാർ എടുക്കാട്ടോ. വേണ്ട, ഞാൻ ഈ ഓട്ടത്തിന് പൊക്കോളാം. ഈ സമയത്ത് ഇവിടെ എന്ത് പൂജയാണ് തിരുവാനി? ഭഗവത്സേവയാ? ഒരു പ്രേതം ഒളിപ്പിക്കാൻ. पहले डर वाले गया. डर गया. ദില്ലി. യെസ്, രൂപേഷ് വിളിച്ചിരുന്നു. സാധനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് വേണം. വേണ്ട വേണ്ട, കൂടെ ഒരു गया. ओ भाग गया. ഞാൻ ഡ്രൈവറെ വിളിക്കാം. ദീപ്തി ചേച്ചി, क्या उनका बच्चा? 10 മിനിറ്റിനകം റെഡിയാവും. ഒരു ഡിസ്ട്രിക്ട് ഹോട്ടലാണോ? കഴിഞ്ഞ 2 മാസമായിട്ട്. നാട് കുട്ടിക്കാനത്താ. वहाँ पे देखो गिटार है. അത് കുട്ടുവിൻ്റെയാ. उसी के बच्चे का होगा ना. നന്നായി പ്ലേ ചെയ്യും. എപ്പോൾ നോക്കിയാലും ലത ചേച്ചി വിശക്കുന്നു എന്ന് പറയുന്ന കുട്ടിയാ. ഇപ്പം അതിനൊന്നും വേണ്ട. ഡോക്ടറൊന്നും കാണിച്ചില്ലേ? ഉവ്വ്, നിംഹാൻസിലൊരു ഡോക്ടറുണ്ട്. ഡോക്ടർ റാഫേൽ, മിടുക്കനാണ്. അദ്ദേഹത്തെ കാണിച്ചു, മരുന്നും കഴിക്കുന്നുണ്ട്. പക്ഷേ വൈഫിന് ഒരേ നിർബന്ധം, പൂജ നടത്തണമെന്ന്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. खुद ही डर रहा है. खुद ही डर रहा है शायद. ये है अविनाश. ഇരിക്കുമോനെ, ഇരിക്കടാ. മാഡം കൂടെ ഇരുന്നോളൂ, മോൻ കംഫർട്ടബിൾ ആയിക്കോട്ടെ. वो डरा हुआ लग रहा ना. है भी तो इतना बड़ा बच्चा. എന്ന് മൂലം തുടങ്ങിയത്? ഒരാഴ്ച കഴിഞ്ഞു. രാത്രി കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നതാ. ആരോ അടുത്ത് വന്ന് എന്തോ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത്രേ. സ്ത്രീയോ പുരുഷനോ? ഒരു പെൺകുട്ടിയാണ്. ഇപ്പം 24 hours ഞാൻ കൂടെ തന്നെ വേണം, ബാത്റൂമിൽ പോകുമ്പോഴും. ഹലോ. ഐ കോണ്ടാക്ട് തീരെ ഇല്ല ഇപ്പോൾ. बहुत डरा हुआ ना. പൂജ തുടങ്ങാൻ പോവാണ്. ഒരു ബാധയാണെന്നാണ് പ്രശ്നത്തിൽ കാണുന്നത്. ഈ പൂജ കഴിയുന്നതോടെ അത് ദേഹത്തിൽ നിന്ന് മാറി ബ്രഹ്മത്തിൽ ലയിച്ചോളും. वो नीचे से देख रहा है, क्या डर रहा है वो.
ओ सही में अब देखने लग गया उसकी तरफ वो हो ये तो देख कभी देखता कहाँ था बोले पर ऐसे क्या देख रहा हो एक टक होके हाथ भी छोड़ दिया उसने अपने मम्मी का ऐसे क्यों कर रहा हो निकल गई क्या आत्मा कहाँ जा रहे है नॉर्मल हो गया ब्रैड चला गया क्या भूत चला तो गया वैसे इतनी जल्दी कैसे चला गया क्या पता पूजा खत्म हो गई होगी अभी तो शुरू की उसने पूजा क्या प्रिटेंड कर रहा है कि किसी को ऐसे पता न चले ये हम पे देख रहे हैं പ്രേതം ഒഴിഞ്ഞു പോയെന്നെ ഞാൻ അയച്ചു തന്ന മന്ത്രങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നേ എനിക്ക് തോന്നുന്ന മെഡിസിൻ്റെ എഫക്റ്റ് ഇപ്പോഴായിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. 1,00,000 രൂപ തരണമെങ്കിൽ എന്തോ എന്താ अच्छा 1 लाख दी उसने പിന്നെ എനിക്ക് ഈശ്വരൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് ഞാൻ പൈസ വാങ്ങി ചെയ്യുന്ന തൊഴിലാണ്. അപ്പോൾ ഞാൻ എല്ലാ ലാഭം വിധം ജെന്യുവനായിട്ട് ആത്മാർത്ഥയോടും ചെട്ടിയോടെയും കൂടി എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണ്ടേ? അത് വേണം. അതാണ് ഈ പറഞ്ഞ പ്രസൻസ്. ഓ ചെല്ലട്ടെ. പിന്നെ നാളത്തെ 3 ദിവസം ബ്രേക്ക് വേണം. അയ്യോ ഞാൻ 3 തിന്നെ की छुट्टी പോയി അതേ 8 പേര് ബ്രേക്ക്. ये बस देते रहता सब पूजा एक के बाद एक 70 30 आप 70 30 में आ गया അവളെ നീ കാട്ടില്ല. ओ ഹലോ ഇന്നത്തെ ഓമത്തിലുള്ള വെള്ളിയുടെ രൂപ ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? അതിലേറ്റവും ചെറുത്. ഓക്കെ ഓക്കെ ഇതെടുത്തു. പിന്നെ തിരുമേനയുടെ വാട്സപ്പ് ഡിപ്പിയിലുള്ള ആ ചൈനക്കാരൻ ഏതാ? चीनी आदमी कोई चाइनीज है क्या कोरियन है नहीं അതൊരു കൊറിയൻ സിംഗറാ. ഓ അത് ശരി. പെട്ടെന്ന് ആള് മാറിപ്പോയി. किसने लगाई ये ഹലോ പ്രഭേന്ദു അല്ലേ? ഞാൻ ശ്രീകുട്ടൻ രൂപേഷേട്ടൻ്റെ പരികർമ്മയായിരുന്നു. 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാറ് വാങ്ങിച്ച് നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. നമ്മളാണല്ലത്. പോരാതിന് നിരീശ്വരവാദി. ശിവ ശിവ ആരും അറിയണ്ട. അതുകൊണ്ട് കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ? ഞാൻ കൂടെ ഉള്ള ये कहाँ से आ गया बीच में अब ഓക്കെ അല്ലേ? ഓക്കെ ആണ്. वैसे धमकी देने आ रखा है वॉर्न कर रहा उसको वरना बता दे क्या है ये ऐसे हैं इससे क्या हुआ ओ एक्सीडेंट हो गया എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുമേനി എന്നോട് പൊറുക്കണം. उस वजह से किया ചേച്ചിയാണോ ഈ പ്രബേന്ദു? ചേച്ചിയാണോ ഈ പ്രബേന്ദു? उसके नाम बस लड़कियों वाला नाम ചേച്ചിനെ വിളിച്ചോട്ടാ. ഞാൻ നേരത്തെ അണ്ണാ പോയി നോക്കോളാം കാക്കൊത്താതെ. എനിക്കെന്ത് പറയാ? പ്രബേന്ദു എൻ നമ്പൂതിരി മുല്ലശ്ശേരി മന. അത് താങ്കൾ തന്നെയാണോ? ആ സാധനം പിടിച്ചു. वैसे तो कुछ मंगाया नहीं എടോ ഇനി തൻ്റെ ആപ്പ് എൻ്റെ മൊബൈലിൽ ഉണ്ടല്ലേ? ഒരു OTP വരുമെന്ന് പറഞ്ഞിരുന്നു. 620 इसके साथ क्या क्या हो रहा है इससे तो कुछ पता ही नहीं है പേയ്മെന്റോ? അതൊക്കെ കിട്ടി. हैं പേയ്മെന്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് ഇനി ഞാൻ എൻ്റെ इसके पास तो है नहीं क्रेडिट कार्ड അതുകൊണ്ടല്ലേ? എടോ ഇതെന്തോ മിസ്റ്റേക്കാണ്. ഇത് റിട്ടേൺ ചെയ്തോ? ഇതെനിക്കാരും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നീ കമ്പനിയിൽ നിന്ന് റിട്ടേൺ ടോക്കൺ വരണം. 2 ദിവസം എടുക്കും. എടോ സത്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയമെടുത്ത് കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്.
കുറെ നേരം ആയല്ലോ. ഞാനേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക വില്ലേച്ച. വാട്സാപ്പിലെ ഫോട്ടോ മാറുന്നു, ഇല്ലാത്ത ആപ്പൊക്കെ ഇൻസ്റ്റാൾ खुद ही चेंज वो हुई थी उसने नहीं बदली थी. ചൈനീസ് ആപ്പ് ആയിരിക്കും. കാശും പോയോ? ആ പോയി. റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും. ऑर्डर भी अपना आप हुआ उसके फोन से. अब वो स्विच ऑफ करके सो रहा ना. उसका फोन गायब. ओ कौन है वो जी, लड़की? ഹായ്. അയ്യോ ടെൻഷൻ ആവണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ. कौन है लड़की? भूत है यार वो. गायब हो गई वो अब. नहीं तो उसके कमरे में कहाँ से आएगी कोई लड़की? वही उसका फोन चला रही है. उसी ने ऑर्डर किया था, उसी ने डीपी चेंज की. वही लड़के की जो आत्मा गई, उसने ड्रामा किया पता, उस वक्त तो चली गई थी पर एक्चुअली में नहीं गई थी वो. तभी तो ये शॉक हो गया था. എന്തൊരു സ്നേഹം. डर गया तो क्या लगता है? इससे लग रहा है इसने सपना देखा है. എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക ഒരു സുന്ദരി പെൺകുട്ടി. അത് കല്യാണപ്രായം കഴിഞ്ഞ സ്ഥിരം കാണുന്നതല്ലേ. ഈ പ്രായത്തിൽ ഞാൻ ബോധം കാണുന്നു. പിന്നെ ഇതല്ലന്നേ, ശബ്ദവും കേട്ടു ക്ലിയർ ആയിട്ട്. പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞു. 300 വർഷം പഴക്കമുള്ള മനയല്ലേ, പലതും കണ്ടെന്ന് വരും. തൊട്ടടുത്ത് ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നിട്ടും ഒന്നിനും അവളുടെ പേരൊന്നും വരാൻ തോന്നി. फुल टाइम अवेलेबल क्या मतलब उसका? वो देखो उसी के पीछे बैठी हुई है. ഇനി കണ്ട നീ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്, എനിക്ക് ഒരു കൂട്ടാകൂല്ലോ. ഇത് ക്യൂട്ട് ഭൂതായി. ആൻഡ്രോയിഡ് ആയിരുന്നേ. ആൻഡ്രോയിഡ് എനിക്ക് തീരെ അങ്ങ് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് എ റിലീഫ്. वही वाला. हाँ कहना था वही होगी. अविनाश. Gosh, he was such a cutie. പക്ഷെ എന്നാ പേടിയാ, പേടി വെച്ചാൽ മുഖത്ത് ഒരാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത്. പക്ഷെ പ്രഭ നല്ല ബ്രേവ്. യു ഗുഡ് ഐ കോണ്ടാക്ട്. ഐ ലൈക്ക് ഇറ്റ്. 10 on 10. പിന്നെ ഇതിലെ പേടിച്ചത് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ആരായാലും പേടിച്ചു ഫസ്റ്റ് ടൈം അല്ലേ. പ്രഭയെന്ന് വിളിക്കാമല്ലോ അല്ലേ? അല്ല, ചാറ്റ്സിലെ ഫ്രണ്ട്സ് പ്രഭയെന്ന് വിളിക്കുന്ന കണ്ടിട്ട്. ഓൾസോ ഇറ്റ്സ് സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് നെയിം, പ്രഭേന്ദു. സൂപ്പർ സ്വീറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടമായി. ഓട്ടോ 11 മണിക്ക് മതി, ഇപ്പോഴാണ് നോട്ടീസ് വായിച്ചത്. बेचारे की आवाज ही निकल रही है. രാത്രി बस इसी को दिखती है वो. अब उसका ऐसा हो रहा ना कि मेरे साथ तो नहीं है वो.